നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ലതുപോലെ ഉലർന്നു കിടക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 4 പൊട്ടറ്റോ നല്ലതുപോലെ വാഷ് ചെയ്ത് അതിന്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. നമ്മളൊരു 10-20 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ദാ ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് അലമ്പിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുമന്നുള്ളി, വലിയ ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത്, ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ഒന്നുകിൽ ചോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിൽ പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺ അളവില് ഇടിച്ച മുളക്, അതായത് ഉപ്പേരി മുളക് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത ഒരു മുളകിന്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ നിന്ന് നേരെ നമ്മൾ കൈ കൊണ്ട് വായിട്ട് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് നമുക്ക് തുറന്നു വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നല്ലതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മുളകും ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്കിതൊരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി അതിനുശേഷം കാണാം. നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതുപോലെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ.